അതായത് ഇന്ത്യ ഓക്കെ തീർച്ചയായിട്ടും ഷീനാസ് ഞാൻ തിരികെ എത്താം. ശ്രീജിത്ത് പണിക്കർ അവിടെ നിന്ന് തന്നെ തുടങ്ങണം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അയൽവാസി അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത്തവണ അമേരിക്കയുടെ ഒരു പങ്ക് കൂടി ഇതിനകത്ത് ആ ഒരു ഘട്ടത്തിലേക്ക് കൂടെ ചർച്ച ചെയ്തു വരുമ്പോൾ വൈറ്റ് ഹൗസ് തന്നെ നേരിട്ട് അസീം മുനീറിനെ വിളിപ്പിച്ചതാകാനേ തരമുള്ളൂ ഈ രണ്ട് തവണയും എന്ന് കൂടിയാണ് എം ഷീനാസ് അടക്കം പറഞ്ഞു. നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസും പറഞ്ഞത് ഡയറക്റ്റായിട്ട് ഫണ്ടിങ് ഇല്ലെങ്കിലും അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലോ സ്വാധീനമോ ഇതിനകത്തുണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുന്നില്ല. അതിൽ ഇന്ത്യ ദുർബലപ്പെട്ടു പോകുന്നു. ഈ സാഹചര്യം ഇപ്പോഴും മാറിയിട്ടില്ല. അമേരിക്ക മറുചേരിയിലാണെങ്കിൽ, പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ മറുചേരിയിലാണെങ്കിൽ എന്ത് ചെയ്യും ഇന്ത്യ? സർക്കാർ അടക്കം, കേന്ദ്ര സർക്കാർ അടക്കം എന്ത് നയത്തിലേക്ക് പോകും? അപർണ, ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായതിനു ശേഷം അതിലൊരു സീസ് ഫയറിന് വേണ്ടിയിട്ട് അമേരിക്കയാണ് മുൻകൈ എടുത്തത് എന്ന് ഡൊണാൾഡ് ട്രംപ് നിരവധി തവണ, ഡസൻ കണക്കിന് തവണ ഇതിനോടകം തന്നെ പറഞ്ഞു. അപ്പോൾ അതിന് കാരണമായിട്ട് ഓഫർ ചെയ്തിരുന്നത് ട്രേഡ് റിലേഷൻസ് ആണ്. ബെറ്റർ ട്രേഡ് ഓപ്ഷൻസ് തരാം എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം ഓഫർ ചെയ്തിരുന്നത് എന്നാണ് അദ്ദേഹം തന്നെ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വഴങ്ങിയിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളും ഈ സീസ് ഫയറിലേക്ക് പോയത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലെയിം. എന്ന് വെച്ചാൽ അമേരിക്ക വെച്ചിരിക്കുന്ന ട്രേഡ് എന്ന് പറയുന്ന ഒരു ചൂണ്ടയിൽ ഇന്ത്യ കൊത്തി എന്നാണ് അതിനർത്ഥം. പക്ഷെ അതിനുശേഷം നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ നോക്കിയാൽ, അതായത് അമേരിക്ക പറയുന്നത് നമ്മൾ സ്വീകരിച്ചതിന് ശേഷമാണ് ആ വെടിനിർത്തലിലേക്ക് പോയത് എങ്കിൽ നിശ്ചയമായിട്ടും നമുക്കൊരു ബെറ്റർ ട്രേഡ് ഡീൽ കിട്ടുമായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. അപ്പോൾ പെട്ടെന്ന് താരിഫ് 25% കുറേയധികം ഉൽപ്പന്നങ്ങൾക്ക് 50% അത് ഒരു റേഞ്ചിന്റെ ഭാഗമായിട്ട് ഇതിനെ അടിക്കടി ഒരു വിധത്തിലുള്ള എക്കണോമിക് ആയിട്ടുള്ള ബേസും ഇല്ലാതെ വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടത്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ഇന്ത്യ ചോദ്യം ചെയ്യുന്നുവെന്നും അമേരിക്കയുടെ ഒരു താല്പര്യത്തിന് വഴങ്ങിയല്ല അവിടെ ഒരു സീസ് ഫയർ ഉണ്ടായത്, അത് ഉഭയകക്ഷി തലത്തിൽ തന്നെയാണ് തീരുമാനിക്കപ്പെട്ടത് എന്നുമുള്ള ഇന്ത്യയുടെ നറേറ്റീവിനാണ് അവിടെ ശക്തി കൂടുന്നത്. അതല്ല എങ്കിൽ ട്രംപ് പറഞ്ഞതിന് ശേഷം ശരി ട്രേഡിന്റെ പേരിൽ ഇത് നിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞാൽ പിന്നെ അനാവശ്യമായിട്ട് ട്രേഡ് താരിഫ് കൂട്ടേണ്ടത് കാര്യമുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താണ്? ഇന്ത്യ അമേരിക്കയുമായിട്ട് പല കാര്യങ്ങളിലും ഡിസ്റ്റൻസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. പ്രധാനമന്ത്രിയെ അവിടെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം അമേരിക്കയിൽ പോകുന്നില്ല. പലതവണ അദ്ദേഹത്തിനെ ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല. തുടങ്ങിയ കുറേയധികം കാര്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങൾ വഴി തന്നെ അറിഞ്ഞു. ആ സമയത്താണ് അമേരിക്ക നിരന്തരമായിട്ട് പാകിസ്ഥാനെ ഒരു ഗുഡ് ഹ്യൂമറിൽ നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ അവിടെ ക്ഷണിക്കുന്നത്. അസീം മുനീർ പോലെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ 1-2 പ്രാവശ്യം വിളിച്ച് കട്ടഞ്ചായൊക്കെ കൊടുത്തിരുത്തുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം അമേരിക്ക എടുക്കുമ്പോൾ അമേരിക്ക ഭീകരവാദത്തിനെതിരാണ് എന്ന് പണ്ട് മുതൽ, പ്രത്യേകിച്ച് 2000-ന്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അവിടെ തകർക്കപ്പെട്ട മുറിക്കയിലും മറ്റുമുള്ള ലഷ്കറിന്റെ സെന്റർ റീബിൽഡ് ചെയ്യുന്നു എന്നൊരു വാർത്ത ആധികാരികമായിട്ട് ഇന്റർനാഷണൽ മീഡിയ അടക്കം പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത് പാകിസ്ഥാനേക്കാൾ കൂടുതലായിട്ട് ആഗോള ഭീകരവാദത്തിനെതിരായിട്ടുള്ള അമേരിക്കയുടെ നിലപാടാണ്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പാകിസ്ഥാനല്ല. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവർക്ക് ലഷ്കറുമായിട്ടുള്ള പിന്തുണയെക്കുറിച്ചും അവർ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടിനെ കുറിച്ചാണെങ്കിലും അവിടുത്തെ തീവ്രവാദികൾക്ക് കൊടുക്കുന്ന സേഫ് ഹൗസസിനെ കുറിച്ചാണെങ്കിലും ട്രെയിനിങ്ങിനുള്ള പിന്തുണയാണെങ്കിലും ഓപ്പറേഷണൽ പിന്തുണയാണെങ്കിലും എല്ലാം തന്നെ അവിടെ സജീവമായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേസമയം തന്നെ ഇതിനെ വളരെ കൃത്യമായിട്ട് നമ്മുടെ പൊസിഷൻ ആയിരുന്നു ശരി എന്ന രീതിയിലത്തേക്ക് ലോകത്ത് ഒന്ന് റീഅഷ്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് സാധിക്കും. ഒരുപക്ഷെ ഡിപ്ലോമാറ്റിക്കലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് അവിടെയാണ്. കാരണം ദേശസുരക്ഷയെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ മുരീദ്ക്കെ ആക്രമിക്കുന്നത്, ലഷ്കറിന്റെ കേന്ദ്രം തകർക്കുന്നത്. അപ്പോൾ അത് പാകിസ്ഥാൻ ഗവൺമെന്റിന് തന്നെ ഫണ്ടിങ്ങോടുകൂടി, അതുകൂടാതെ അവരുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആൾക്കാർ കൊടുത്തിരിക്കുന്ന പണത്തിനെ വകമാറ്റി ഇതിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു തീവ്രവാദ കേന്ദ്രം അവിടെ പണിയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും അത് ആസാദ് കാശ്മീർ എന്ന് അവർ വിളിക്കുന്ന നമ്മുടെ കാശ്മീരിന്റെ അവർ പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു ലിബറേഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന തീയതിക്ക് മുമ്പായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മളുടെ ദേശസുരക്ഷയെ വീണ്ടും അതൊരു ഭീഷണിയായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങോടും അനുമതിയോടും കൂടിയിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ സുരക്ഷാ ഭീതി വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് ക്വാഡ് പോലെയുള്ള
ഏജൻസികളിൽ UN പോലെയുള്ള ബോഡികളിലൊക്കെ തന്നെ ഇന്ത്യക്ക് ഇതൊരു വളരെ സ്ട്രോങ് കേസായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രീത അതിലൊരു സംശയം, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ശ്രമിച്ചു, നടന്നില്ല. അമേരിക്ക എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്ക എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതും വീണ്ടും ചോദ്യം ചിഹ്നമാണ്. അമേരിക്ക സ്വാഭാവികമായിട്ട് ഈ ആഗോളപരമായിട്ട് ഒരു തീരുമാനമെടുക്കുന്നതിൽ ഇത്രയും സ്റ്റേക്കുള്ള അമേരിക്ക ആരുടെ കൂടെയാണ് എന്നുള്ളത് പോലും അറിയാതെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ അങ്ങനെ ഒരു വേൾഡ് പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യക്ക് കഴിയും? അല്ല, അതിൽ അമേരിക്കയുടെ ഒരു റോൾ അൺചാലഞ്ച്ഡ് ആണെന്നോ അമേരിക്കയ്ക്ക് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അതേ രീതിയിലത്തേക്കുള്ള ഒരു സുപ്രീമസി അക്കാര്യത്തിൽ ഉണ്ട് എന്നോ ആരും തന്നെ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ കരുതുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും വന്നതിന് ശേഷം. തന്നെയുമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എവിടെയൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ അയച്ചിരിക്കുന്നത്, ആരുടെയൊക്കെ താല്പര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരണമെന്നാണോ ഇന്ത്യ ആഗ്രഹിച്ചത്, ആ രാജ്യങ്ങളെല്ലാം പരസ്യമായിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഈ അടുത്തിടെ തന്നെ നമ്മൾ കണ്ടതാണ്, ചൈന ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ചേർന്നിരിക്കുന്ന ഒരു ബോഡിയാണ് ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. അതിൽ പഹൽഗാം അറ്റാക്കിനെയും അതിലുള്ള ഭീകരവാദ പ്രവർത്തനത്തിനെയും എല്ലാം തന്നെ ഏകപക്ഷീയമായിട്ട് അപലപിച്ചുകൊണ്ട് ഇന്ത്യയോടൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു. മുമ്പ് നമ്മളത് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്ന സമയത്ത് ഈ ഒരു ഏജൻസി, ഈ ഒരു ബോഡി അതിന് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇത്തവണ അതിന് തയ്യാറായി. അന്ന് ബലോചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാനും ചൈനയും കൂടി ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അതിനെയൊന്നും തന്നെ പരിഗണിക്കാതെ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ പഹൽഗാം അറ്റാക്കിനെ അവർ അപലപിക്കുകയാണ്. ഒപ്പം അതിൽ തീവ്രവാദത്തിനെ കൂടി അപലപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചൈന ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ അതർവൈസ് പിന്തുണ നൽകുന്ന രാജ്യങ്ങളും കൂടി ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്ലോമാറ്റിക് പൊസിഷൻ കൂടുതൽ സ്ട്രോങ്ങറായി മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മാറി വന്നിരിക്കുന്ന ഒരു ലോകക്രമത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതൊന്ന്. രണ്ട്, പാകിസ്ഥാൻ ഇപ്പോഴും തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന നിലയ്ക്ക് ഇതിനെ അന്താരാഷ്ട്ര രംഗത്ത് വീണ്ടും പ്രൊജക്ട് ചെയ്യുന്നതിനും വേണ്ടി വന്നാൽ ഇനിയും ഇങ്ങനെയുള്ള നിർമ്മാണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് നമുക്ക് ഒരു അധികാരമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. കാരണം മുരിക്കയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ തീവ്രവാദ കേന്ദ്രം ആർക്കെതിരെയാണ് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്? ഇന്ത്യക്കെതിരെ മാത്രമാണ്. അവരവിടെ നിന്ന് ട്രെയിനിങ് നടത്തിയതിനു ശേഷം ആൾക്കാരെ റിക്രൂട്ട് ചെയ്തത് ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കൊരു സുരക്ഷാ ഭീതി ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ ന്യൂട്രലൈസ് ചെയ്തതെങ്കിൽ ആ ഫെസിലിറ്റി ഇവിടെ വീണ്ടും വരികയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് പൊട്ടൻഷ്യൽ തീവ്രവാദികൾ ഇവിടേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണോ ചെയ്തിരുന്നത് ആ കാര്യം വീണ്ടും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 20 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ലഷ്കർ ഇ തൈബ എന്ന സംഘടനയെ ഒരു ഭീകര സംഘടനയായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ലഷ്കറിന് സ്റ്റേറ്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു പുതിയ കേന്ദ്രം വരുന്നു എന്നത് പാകിസ്ഥാനെ കംപ്ലീറ്റ്ലി എക്സ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ തീവ്രവാദികളൊക്കെ തന്നെ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പോലീസിന്റെയും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും ഒരു പ്രസൻസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി അതും കഴിഞ്ഞതിന് ശേഷം ആദ്യഘട്ടമായിട്ട് ഇപ്പോൾ ഇവരുടെ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് റീബിൽഡ് ചെയ്യുന്നതിന് ഇന്ത്യൻ രൂപയുടെ തുകയിലാണെങ്കിൽ ഏതാണ്ട് 4.25 കോടി രൂപ എസ്റ്റിമേറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ആദ്യഘട്ടമായിട്ട് 4 കോടി പാകിസ്ഥാൻ രൂപ, അതായത് ഇന്ത്യയിലെ ഏകദേശം 1.25 കോടി രൂപ അവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വാർത്ത വരുന്ന സമയത്ത് പാകിസ്ഥാൻ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി നൽകിയിരുന്നുവെങ്കിൽ അത് ഇനി അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നമ്മുടെ രാജ്യത്തെ ജനത്തെ, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളെയൊക്കെ തന്നെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഒരു കടമ അല്ലെങ്കിൽ ചുമതല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബോഡിയിലും ഡിസ്പ്യൂട്ട് ചെയ്യപ്പെടുന്നതല്ല. പാകിസ്ഥാനെതിരെ കൂടുതലായിട്ടുള്ള ഉപരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ UN അടക്കം ഉള്ള ബോഡികളിലെ അംഗരാജ്യങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാനായിട്ട് സാധിക്കും. ഇവിടെ സ്റ്റേറ്റ് സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഈ ടെററിസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റുകൾ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ നിരത്തിയിരുന്ന തെളിവുകൾ വീണ്ടും നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് ശരി. കാശ്മീരിനെ നശിപ്പിക്കുന്നതിനും ഇന്ത്യയെ നശിപ്പിക്കുന്നതിനുമാണ് അവരുടെ ശ്രമം എന്നിങ്ങനെയുള്ള പുതിയ ഡിപ്ലോമാറ്റിക് ആ പോയിന്റ് കറക്റ്റ് ആണ്. അതാണ് ഇനി കാണേണ്ടത്. അങ്ങനെ എക്സ്പോസ് ചെയ്യുന്നതിൽ പിന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് കൂടിയായിരിക്കും ഒരു പ്രതിപക്ഷം ഇനി ഉറ്റുനോക്കുക. അതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. ഞാൻ അതിലേക്ക് കൂടി വരാം. ശ്രീത്ത്, ഇപ്പോൾ പ്രതിരോധ വിദഗ്ധൻ